ഹലോ എല്ലാവർക്കും നമസ്കാരം. ജെക്കിൻ്റെ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെ വെച്ചാൽ നിർത്തിയത്? നമ്മുടെ കുസകാമയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ സുക്കുണ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ സുക്കുണ നമ്മുടെ മാക്കിനെ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. അടുത്ത ഇനി ഒരു സൈക്കിൾ നമ്മുടെ സുക്കുണ സൈക്കിളിൽ ഇനി അടുത്തായി വരാൻ പോകുന്നതാണ് ദ സ്ട്രോങ്ങസ്റ്റ് ഗ്രേഡ് 1 സോസർ നമ്മുടെ കുസകാബെ. ഇനി അടുത്തായി എന്ത് സംഭവിക്കുന്നു പറയുന്ന മുമ്പ് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ ടൈമിനനുസരിച്ച് അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ എന്താ നടക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കുസകാബെ അതുപോലെ തന്നെ നമ്മുടെ സുക്കുണ ഒരു 1 vs 1 ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്. നമ്മുടെ കുസകാബെ തൻ്റെ സോഡ് ഭയങ്കര ടൈറ്റിൽ പിടിച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിൽ ഒരു അടിപൊട്ടും എന്നൊരു ഉറപ്പ് അയാൾക്ക് തന്നെയുണ്ട്. തന്നെ അതുമാത്രമല്ല ആൾക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട്. കാരണം അത്ര ചില്ലക്കാരൊന്നും അല്ല നമ്മുടെ സുക്കുണ. സോസറാണ്, കേഴ്സ് സ്പിരിറ്റാണ്. അതുമാത്രമല്ല നമ്മുടെ ഗോജോനെ കിക്കായിട്ട് പൊട്ടിക്കുന്ന പോലെ രണ്ടായി പൊട്ടിച്ചു വിട്ടാണ് നമ്മുടെ സുക്കുണ. ഇതെല്ലാം കണ്ടാൽ നമ്മുടെ കുസകാബെ. ആൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്. നമ്മുടെ കുസകാബെ ഇപ്പോൾ തൻ്റെ ഈ ഒരു സിമ്പിൾ ഡൊമൈൻ ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ ഒരു അറ്റാക്കിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ആൾ പുറത്തിറക്കുന്നത്. നമ്മുടെ സുക്കുണി ചിന്തിക്കുന്നുണ്ട്, ഇവനെ ഈ ഒരു സോഡ് ടെക്നിക്ക് വെച്ചിട്ട് എന്നെ പറയുണ്ടാക്കാൻ എന്നോട് മറ്റുള്ളവർ വിചാരിച്ചിട്ടേ കിട്ടിയില്ല, പിന്നെ ഇവൻ എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ സുക്കുണ അധികം ഒന്നും ചിന്തിക്കാൻ പോയില്ല. ആൾ ഈ സ്ലാഷ് തന്നെ നമ്മുടെ കുസകാബിക്കെതിരെ യൂസ് ചെയ്യാണ്. ഈ ഒരു ആദ്യം വന്ന ഒരു സ്ലാഷെല്ലാം നമ്മുടെ കുസകാബി നൈസായിട്ട് അതിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഈ ഒരു അറ്റാക്സൊക്കെ നമ്മുടെ കുസകാബെ അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ സുക്കുണ. ഗുഡ് റിയാക്ഷൻ ബ്രദർ, ബാറ്റ്. ആള് ഞാനിതൊക്കെ അവോയ്ഡ് ചെയ്തു. ഇതേ ഒരു മൂമെൻറ്റിൽ തന്നെ ഇനി പോകാൻ പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്ത് കുറച്ച് അതിന് ടൈം കൺസ്യൂം പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ലാഷ് നമ്മുടെ കുസകാബയ്ക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചില്ല. അത് ഒരെണ്ണം ഹെവി ആയിട്ട് തന്നെ കൊള്ളുന്നുണ്ട്. നമ്മുടെ കുസകാബയ്ക്ക് കാര്യം മനസ്സിലായി. അതായത് നമ്മുടെ സുക്കുണ ഈ ഒരു ഫൈറ്റിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു വേൾഡ് സ്പ്ലിറ്റിംഗ് ഡിസ്മാൻഡിലാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ കുസകാബയ്ക്കെതിരെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ കുസകാബിനെ പറ്റിയുള്ള റിവ്യൂ ആണ്. അതായത് നമ്മൾ ജെക്ക് മെമ്പേഴ്സിനോട് ചോദിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക്. അതായത് നമ്മുടെ മെയിൻ്റെ എത്തുന്ന നമ്മുടെ കുസകാബിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവൾ പറയുന്നത് ഇങ്ങനെയാണ്: റോ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നാനാമയ്ക്കും കുസകാബിനെ കാട്ടി കൂടുതൽ സ്ട്രോങ്ങർ. അതുപോലെ തന്നെ നമ്മൾ നാനാമിൻ്റെ എത്തി ഈ കുസകാബിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നാനാമ ഇങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. അതായത് ഒരു ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ആൾ തോൽക്കും, ആൾ ജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ആൾ ഒരിക്കലും തോറ്റു കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കും, അതൊന്നും എനിക്ക് നല്ല ഉറപ്പാണ്. അതുമാത്രമല്ല ആൾക്ക് ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. ആൾക്ക് സോഡിൻ്റെ ടെക്നിക്ക് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാരിയർ ടെക്നിക്സ്, ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളുണ്ട്. ആൾ തോൽക്കുന്ന കാര്യത്തിൽ ഭയങ്കര റെയർ ആയിരിക്കും പറഞ്ഞിട്ട് നമ്മുടെ നാനമയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിമ ഈ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡെസേർട്ടിൽ ഐലൻഡിനെ കൊണ്ട് ഒരാൾ പെട്ടിരിക്കുകയാണ്, ഇനി ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ മറ്റാരും ആയിരിക്കില്ല, കുസകാബയാണ്. ഇതുപോലെ നമ്മുടെ ഗോജൻ്റെ ചോദിച്ച സമയത്ത് ഗോജ പറയുന്നത് കുസകാബയ്ക്ക് ഈ ഒരു സിമ്പിൾ ഡൊമൈനിൻ്റെ ഒരു ടെക്നിക്കുണ്ട്. അധികാർക്കും കിട്ടാത്ത ഒരു ടെക്നിക്കാണ് ഇത്. മറ്റുള്ളവർക്ക് ഇതിന് ഒരു വോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് വരും, ബൈൻഡ് ചെയ്ത് വരും. പക്ഷേ നമ്മുടെ കുസകാബയ്ക്ക് അത് സിമ്പിളായിട്ട് തന്നെ എത്ര ലിമിറ്റും റേഞ്ചിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് കുസകാബെ ഇസ് എ ബെറ്റർ പേഴ്സൺ എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മൾ മെയിൻ ഈ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ന്യൂ ഷാഡോ, ഈ ഒരു സോഡ് ഡ്രോ ടെക്നിക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഈ ഒരു സിമ്പിൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഒപ്പോണൻസിനൊക്കെ, അതായത് നമ്മൾ കുസകാബെ ഓൺ ദ അതർ ഹാൻഡ് ഈ ഒരു ഒപ്പോണൻസിനൊക്കെ തൻ്റെ ഈ ഒരു ഡൊമൈനിലേക്ക് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. വൺസ് ഈ ഡൊമൈനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ സുക്കുണ എവിടെയുണ്ടേ നമ്മുടെ കുസകാബിൻ്റെ ആ ഒരു സിമ്പിൾ ഡൊമൈനിനടുത്താണ് നമ്മുടെ സുക്കുണയുള്ളത്. നമ്മൾ കുസകാബെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ലാഷ് എല്ലാം നമ്മുടെ സുക്കുണ ബോഡിയിൽ ഏൽക്കണം. ഇപ്പോൾ ബ്ലഡ് ഒഴുകി വരികയാണ് ആ ബോഡി കൂടെ. അതുപോലെ തന്നെ നമ്മൾ നാനാമി പറഞ്ഞിട്ടുണ്ട്, ഈ കുസകാബിൻ്റെ ഈ ഡൊമൈൻ്റെ ഉള്ളിൽ മനസ്സ് പെട്ട് കഴിഞ്ഞാൽ ഒരാൾ ഒഴിച്ച് എക്സ്പെക്ട് ദാറ്റ് മാൻ നമുക്ക് ബാക്കി എല്ലാവരുടെ കാര്യത്തിൽ പോക്കാണെന്നുകൊണ്ട് പറയുന്നുണ്ട്. അതാരാന്ന് ചോദിച്ചാൽ ഗോജോ, ആ ഒരു മാൻ. ഇപ്പം നമ്മുടെ മെയിൻ ഫൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുസകാബിൻ്റെ ആ ഒരു സോഡേ ഇല്ലാണ്ടായിട്ടുണ്ട്. അതിൽ ആകെ ചെറിയൊരു പീസ് മാത്രമുണ്ട് സോഡെന്ന് പറയാൻ. അപ്പം നമ്മുടെ കുസകാബെ സോഡ് പുല്ല് പോണാനും കോട്ടെ പറഞ്ഞിട്ട് കൈ ഉണ്ടല്ലോ പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഹാൻഡ് ടു ഹാൻഡ് കോമ്പറ്റ് ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ മാക്കിൻ്റെയൊക്കെ ഒരു ലെവലിൽ തന്നെ നമ്മുടെ കുസകാബെ നമ്മുടെ സുക്കുണ്ണായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രൗണ്ടിൽ വെച്ചിട്ടും എയറിൽ വെച്ചിട്ടും നല്ലൊരു ഫൈറ്റ് തന്നെയാണ് നടത്തുന്നത് നമ്മുടെ കുസകാബെ. ആളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ തോട്ട്സ് ആളുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ യാഗിൻ്റെ ആളിപ്പോൾ ജീവനോടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് എന്ത് പറയണ്ടാവും, ആ ഒരു കാര്യങ്ങൾ ആലോചിക്കുകയാണ്. പിന്നെ മറ്റുള്ള തന്നെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതും ആ കാര്യങ്ങളെല്ലാം ആളുടെ തോട്ട്സ്, ആ ഒരു ഐഡിയസ് എല്ലാം ആളുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല താൻ എന്തിനും ഇത്ര കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യണം, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻറ്റിനെ എന്തിനാണ് ഞാൻ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് തോട്ടായിട്ട് വേറൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ
സുക്കുണ്ടായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആൾ അപ്പം തന്നെ അടുത്ത പ്ലേയേഴ്സായിട്ടുള്ള മിയോയിനെ അവനെയൊക്കെ കൊല്ലും. സോ ഞാൻ മാക്സിമം അതിൽ പിടിച്ച് നിൽക്കണം പറഞ്ഞിട്ട് നമ്മുടെ കുസകാമി ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുസകാമി ചെയ്യണമെന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ഒരു പൊട്ടിയ സോഡിനകത്ത് തൻ്റെ ഈ ഒരു ടെക്നിക്കായിട്ടുള്ള ഒരു ന്യൂ ഷാഡോ ടെക്നിക്കിൽ ഒരു മൂൺ ലൈറ്റ് വെയിൽ പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആ പൊട്ടിയ ഭാഗത്തിനെ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് ഒരു ഫുൾ സോഡാക്കുന്നുണ്ട്. സോ അതിൽ എന്ത് പവേഴ്സാണെന്ന് എനിക്കറിയില്ല. ആ ഒരു സോഡ് വെച്ചിട്ട് നമ്മൾ സുക്കുണ ഹാർട്ടിനെ തന്നെ കുത്താൻ വേണ്ടി പോവാണ് നമ്മുടെ കുസകാബെ. ബട്ട് ആ ഒരു സോഡ് നമ്മുടെ സുക്കുണ പിടിക്കുന്നത് ഒബ്വിയസ്ലി എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ, നമ്മുടെ കുസകാബിൻ്റെ കയ്യിലൊരു തീരുമാനമായി. സോ കുസകാബെ എന്ത് പറ്റി എന്ന് അന്വേഷിക്കാൻ വരുന്നത് നമ്മുടെ യു ഐ അവൻ തന്നെ എന്തോ മെയിൻ്റെ അനിയൻ. അവൻ പിന്നെ ടെലിപ്പോർട്ടും ചെയ്യുക നോക്കാൻ വരുന്ന ടൈമിലായിരിക്കും ബാക്കിൽ തന്നെ നമ്മൾ സുക്കുണുണ്ടാവും. കള്ളപ്പന്നി നീയാണല്ലോ എല്ലാത്തിനും കാരണം പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ചെക്കനെ അവിടെ കാണില്ല. നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഗെറ്റോൻ്റെ അലൈസിൽപ്പെടുന്നില്ല മിഗുവൽ, നമ്മൾ JJK 0 മൂവിയിൽ കണ്ടിട്ടുള്ള അവനും അതുപോലെ തന്നെ വേറെ ഒരുത്തനും അവനൊരു മറ്റേ ഫ്രണ്ട്, അവൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, നമ്മുടെ യുവിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവന്മാർ രണ്ട് ഈ ഒരു ബാറ്റ് വീലിൽ എത്തിയിട്ടുണ്ട്. സോ ഇവർ എങ്ങനെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് ഞാൻ മുമ്പത്തെ വീഡിയോസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മെമ്മറീസ് നമ്മുടെ ഈ ഗോജോ സുക്കുണ്ണ ഫൈറ്റ് ചെയ്യുന്ന മുമ്പ് ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞിട്ട്. സോ അതിലെ ഒരു മെമ്മറീസാണ് ഇത്. സോ നമ്മുടെ ഗോജോയും സുക്കുണ്ണും ഫൈറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മുടെ യൂട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ മിഗുവിനെയും അതുപോലെ തന്നെ മറ്റേ ഇവനില്ലേ ലോറി അവനെയും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ യൂട്ട് ഇവന് വിസിറ്റ് ചെയ്യേണ്ട മെയിൻ റീസൺ പറഞ്ഞാൽ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടായിരുന്നു. സപ്പോസ് ഗോജു ഈ ഫൈറ്റിൽ തോൽക്കുകയാണെങ്കിൽ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തത്. സോ അതുപോലെ തന്നെയാണ് മിഗുവിനെത്തിപ്പോൾ ഒരു ഹെൽപ്പും ചോദിക്കുന്നത്. ശിവൻ കണ്ടപ്പോൾ തന്നെ മോനെ ഇല്ല, ഞാൻ ഈ പണിക്കില്ല, മറ്റേ ഗോജു എന്നെ ബീറ്റ് ചെയ്യുന്ന ലെവലുള്ള ഒരുത്തൻ അതും സുക്കുണിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും ഇല്ല പറഞ്ഞിട്ട് നമ്മുടെ മിഗുലും പറയാണ്. അതുമാത്രമല്ല നമ്മുടെ മിഗുലും പറയുന്നത് സപ്പോസ് ഞാൻ വരില്ലെങ്കിലും നിൻ്റെ സാധനത്തിന് പകരം വരേണ്ടത് നമ്മുടെ ഗോജോ ആണ്. സോ ഗോജോ വന്നിട്ട് തല വണങ്ങി കാലും വണങ്ങി എൻ്റെ മുന്നിൽ ചോദിക്കാനായിരുന്നു. സോ ഞാൻ കേട്ടിട്ടുള്ളൂ ജപ്പനീസ് പറഞ്ഞാൽ ഭയങ്കര പൊള്ളായിട്ട് അത് ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിനെന്ത് പറ്റി പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ മിഗുൽ ഒറ്റ വാശിയാണ്, എന്തൊക്കെ പറയാനും ഞാൻ വരില്ല. സോ മറ്റുള്ള ഫ്രണ്ടില്ല ലോറി, എടാ നീ ഒന്ന് ജസ്റ്റ് വെളിയിൽ പോയി നിൽക്ക്, ഞങ്ങളൊരു ഡിസ്കസ് ചെയ്തിട്ട് പറയാൻ പറഞ്ഞിട്ട് ഇവൻ പറയാണ്. ഓക്കെ, ഇനി നിനക്കെന്താ പറയാനുള്ളത് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു വിളിക്ക് പറഞ്ഞിട്ട് നമ്മൾ മിഗുൽ അവനോട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ലോറി പറയുന്നുണ്ട് സുഗുരു ഒരു കിങ്ങായി കാണണം, നിന്നെപ്പോലെ തന്നെ എനിക്കുള്ള ആഗ്രഹമായിരുന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ നമ്മൾ മിഗുലും പറയുന്നുണ്ട് എനിക്കും അതായിരുന്നു, ഞാൻ ഗെറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഫോളോ ചെയ്ത്. സോ അവൻ പോയ ശേഷം ഞാൻ ഒക്കൂട്സിൻ്റെ ഒപ്പം ബാക്കി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കടം കാര്യങ്ങളൊക്കെ വീട്ടി, ഇനി എനിക്ക് ഈ നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞിട്ട് നമ്മൾ മിഗുൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ലൗറിയും പറയുന്നുണ്ട് നിന്നെപ്പോലെ തന്നെയായിരുന്നു നമ്മളെല്ലാവരും, സുഗുറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്തു, അവരൊന്നും ഇപ്പം ഇല്ല പറഞ്ഞിട്ട് നമ്മുടെ ലൗറി പറയുന്നുണ്ട്. സോ നമ്മുടെ മിഗുല് ഉദ്ദേശിച്ച് പറയുന്നുണ്ട് നമ്മുടെ മിഗുലും പറയുന്നുണ്ട് നീ എന്താ ഉദ്ദേശിച്ച് വരുന്നത്, ആ ഒരു ഷിബുയിൽ നടന്ന കാര്യത്തിൽ നമ്മൾ റിവെഞ്ച് എടുക്കാനോ അതുപോലെ തന്നെ കെഞ്ചാക്കുൻ്റെ ഒന്നും ഗെറ്റോൻ്റെ ബോഡി തിരികെ എടുക്കാനോ നീ എന്താ ഉദ്ദേശിക്കണേ? ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ച്, നമ്മൾ മരിച്ചുപോയ ഫ്രണ്ട്സിന് അവർ മോർണിംഗ് ആയിട്ട് ദുഃഖാചാരമായിട്ട് നമുക്ക് ഇതെങ്കിലും അവൻ്റെ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇതെങ്കിലും നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് പറയണ്ടേ. അവൻ ഓക്കെ ഐ ആം ഇൻ, ബട്ട് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഗോജു ആൻഡ് നമ്മുടെ യൂട്ട അവർ രണ്ടാളും നമ്മളെ സുക്കുണ്ടൊപ്പം തോൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ നമ്മൾ ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങുള്ളൂ പറഞ്ഞിട്ട് പറയണ്ടേ. നമ്മളോ അതന്നെ, കൂടുതൽ ഫ്രണ്ട്സ് കൂടുതൽ ബെറ്റർ, ദ മോർ ദ ഫ്രണ്ട്സ് ദ മോർ ദ ബെറ്റർ. അങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ടാൾ ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ അവിടെ എത്തിയിട്ടുള്ളത്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടാളും കൂടി നമ്മൾ കൂടെ നോക്കുകയാണ്, ആളുടെ ലെഫ്റ്റിലും റൈറ്റിലും അതുപോലെ ഹീലായിട്ടില്ല മര്യാദയ്ക്ക്. സോ നമ്മുടെ ഗോജുവിൻ്റെ ഫൈറ്റിന് ശേഷമാണ് ഈ ഒരു ഇത്. അതുപോലെ തന്നെ ഇവന്മാരും ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആളുടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുക്കുൻ്റെ റിവേഴ്സ് കേസ് എനർജി ഭയങ്കര വീക്കണായിട്ടുള്ളതാണ് താങ്ക്സ് ടു ഗോജോ. അപ്പോൾ എങ്ങനെ മക്കളെ തുടങ്ങിയാലോ പറഞ്ഞിട്ട് ഇവർ രണ്ടാളും നമ്മുടെ സുക്കുണ്ണ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുകയാണ് ഇവിടെ വെച്ചിട്ട്. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട്? ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടമായിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിനനുസരിച്ച് ഓരോ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.